ഇറ്റ്സ് മീ ജുവാന. അപ്പോൾ എല്ലാവരുടെയും വീട്ടിൽ തുളസിത്തറ കാണുമല്ലോ അല്ലേ. അപ്പോൾ ഞാനിവിടെ തുളസിത്തറ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മണ്ണൊക്കെ കൊണ്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഒരു ഭരണി ഞാൻ ഇവിടുന്ന് എടുത്ത് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഭരണിയൊക്കെ നമ്മൾ ക്ലിയർ ആയിട്ട് ഇവിടെ വെക്കണം. അപ്പം ഞാൻ മണ്ണൊക്കെ കൊണ്ടിട്ടുണ്ട്. അപ്പം നമുക്ക് വേഗം തുളസിത്തറ ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ ഇതേ ഞാൻ മണ്ണൊക്കെ കൊണ്ടിട്ടിട്ട് നല്ലൊരു ലെവലാക്കി എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാം. ഉണ്ടോ, ഞാനിപ്പോൾ എടുത്തിട്ടുണ്ട്. റെഡിയാക്കി എടുക്കണം. അപ്പം ഞാൻ ഈ തുളസിയായിട്ട് എടുത്തേക്കുന്നത് നമ്മുടെ തുളസിത്തറ നടാൻ വേണ്ടിയിട്ട്. അപ്പം നമുക്കിത് വേഗം നടാം കേട്ടോ. നമ്മുടെ തുളസിത്തൈ നമുക്ക് ഇവിടെ വയ്ക്കാം. ഇത് ഇങ്ങനെ പറിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പം ഈ ചെടിച്ചട്ടീനെ പറിച്ച് വെച്ചാൽ ചിലപ്പം ഉണ്ടാക്കിയില്ലെങ്കിൽ അപ്പം നമുക്ക് ഇതൊരു കാര്യം ചെയ്യാം, നമുക്കിങ്ങനെ വയ്ക്കാം കേട്ടോ. ഉണ്ടോ, ഇങ്ങനെ വയ്ക്കുവാണെങ്കിൽ തുളസി അവിടെ ഉണ്ടാവുകയും ചെയ്യും. അങ്ങനെ ഉണ്ടാവട്ടെ. അപ്പോൾ ഞാൻ കുറച്ച് തൃക്കണ്ണ് പറിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതുണ്ടല്ലേ, തൃക്കണ്ണെന്ന് പറഞ്ഞ ചെടിയാണിത്. ശിവൻ്റെ തൃക്കണ്ണ് പോലെയാണ് ഇതിൻ്റെ ഇലയിലുള്ള ആ വരകളൊക്കെ. അപ്പോൾ നമുക്ക് ഈ തൃക്കണ്ണ് നമുക്ക് ഇവിടെ വെച്ചിട്ട് ഇത് എങ്ങനെ ഓരോന്നും നമുക്ക് ഇങ്ങനെ നട്ട് വയ്ക്കാം കേട്ടോ. അപ്പോൾ തുളസിത്തറയിൽ ഇപ്പോൾ നമ്മൾ തുളസി ഇവിടെ നട്ടിട്ടുണ്ട്. തുളസിത്തറയിൽ ഇങ്ങനെ വരുവാണെങ്കിൽ നല്ല രസമായിരിക്കും. അപ്പോൾ തുളസിത്തറയിലേക്ക് ഞാനിതേ നമ്മുടെ ഭരണി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്ക് തുളസിത്തറ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വിളക്ക് വയ്ക്കാനാണല്ലോ. അപ്പോൾ ഒരു മഞ്ചിരാത് ഞാൻ ഇത് വെച്ചിട്ടുണ്ട് നമുക്ക് വിളക്ക് വയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ തുളസി ഇതാണ്, നമ്മുടെ ഭരണി ഇതാണ്, നമ്മുടെ വിളക്ക് ഇതാണ്, നമ്മുടെ തുളസിത്തറ ഇതാണ്.